പേര് ഞാൻ ബുക്ക് എടുത്തിട്ട് ദുഷ്ടൻ. ദുഷ്യരൻ. എനിക്ക് ഒന്ന് ബിയർ. ഞാൻ ചുമ്മാണ് പറഞ്ഞ ടൈഗർ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ കുറച്ച് പയർ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തോരൻ വയ്ക്കാൻ വേണ്ടി അപ്പോൾ മോളും എന്ന് പറഞ്ഞു, അമ്മ ഞാനിന്ന് കുക്കിംഗ് ചെയ്തോട്ടെ എന്ന്. അപ്പോൾ ഇത് ശരി, അവൾക്കൊന്ന് പ്രാക്ടീസ് കൊടുക്കാം. അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, എന്നാലും ലളിതാമ്മ ചെയ്യണ്ടേ? ആ, ഇതാകുമ്പോൾ ചെയ്യണമല്ലേ. ശരി, അത് കാരണം നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അറിയാമോ, നീ ചെയ്യോ? അറിയാം. അപ്പൊ നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് ഒന്ന് പയർ കൂട്ടാനാണ് ചെയ്യാൻ പോകുന്നത്. പയർ തോരൻ. പയർ കൂട്ടാനും പയർ തോരനും സെയിം തന്നെ. അത് ചെയ്യാൻ പോവാണ്. അഥവാ നമ്മളെ 2 പേരാണ് ചെയ്യാൻ പോണം. അമ്മ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കുക്കിംഗ് ചെയ്യും, അമ്മ കുക്കിംഗ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെയാണ് നടക്കാൻ പോണേ. ഇല്ല, ഫുള്ളായിട്ട് നീയല്ലേ കുക്ക് ചെയ്യാൻ പോണത്? ഫുള്ളായിട്ട് ഞാൻ തന്നെ കുക്ക് ചെയ്യാൻ പോണേ. ഇപ്പം എനിക്ക് കൈ മുറിയാനുള്ള ഇത് പോലെ സാധനം ഉണ്ടെങ്കിൽ അമ്മ എനിക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞോ? കട്ടിങ് ഒന്നും ഇനിയിപ്പോൾ കാണിക്കാൻ പറ്റില്ല. ആൾറെഡി ഞാൻ അത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. ഞാൻ പയർ കട്ട് ചെയ്തു. അതാണ് നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോവാം. യെസ്, പോവാം. അവൾ കുറച്ച് ഇത്രയും അവളാണ് കട്ട് ചെയ്തത് കേട്ടോ. കുനുകുനായിട്ട് കുറച്ചിരിക്കില്ലേ, ഞാൻ ചെയ്തതിനേക്കാൾ അവൾ കറക്റ്റാണ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗം വിഷ്ണു ആണ് കട്ട് ചെയ്തത്. എന്നിട്ടിപ്പോൾ അവൾക്ക് തന്നെ കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാനിതാ നമ്മളിപ്പോൾ കുക്കിങ്ങിലോട്ട് കടക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ആ കടുകൊന്ന് പൊട്ടട്ടെ. ഞാൻ തന്നെയാണ് കടുക് ഇട്ട് കൊടുത്തത്. കടുകൊന്ന് പൊട്ടിയിട്ട് കറിവേപ്പില ഇട്ടോ. ശരിയാ? ഓക്കെ അമ്മ. എക്സൈറ്റ്മെന്റ് ആയിരിക്കും. സ്കൂളിൽ എല്ലാരും പറയുന്നുണ്ട് നീ ആരെ കുക്ക് ചെയ്യണ വീട്ടില്. ഞാൻ പറഞ്ഞു ഇന്നലെ ഫ്രൈഡേ ആണ് പറഞ്ഞത് സ്കൂളില്. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ തുടങ്ങും. നാളെ മീൻസ് ഇന്ന് തുടങ്ങും. അങ്ങനെയില്ല, കടുക് പൊട്ടാറായി ഇട്ടുള്ളൂ. കാഷ്ലാക്കിട്ട് അങ്ങനെ മൊത്തം കിട്ടോ, കയ്യിലിരിക്കുന്ന അത്രയിട്. കയ്യിലാണ് ഓടണോ? അത് ലൈറ്റായിട്ടൊന്ന് ഇളക്കണം. ഞാനിത് കട്ട് ചെയ്യുന്ന പയറെടുത്ത് തരാം. ലൈറ്റോളൂ ഇട്ട് വെച്ചോ. കളയല്ലേ, കളയല്ലേ കണ്ണ. വേഗം ഇനി പൊട്ടി തെറിക്കില്ല. താഴെല്ലാം കളഞ്ഞോ? താഴെല്ലാം മഴയാതെ കളഞ്ഞു. എന്തോന്ന് താഴെ കളഞ്ഞോ? കുഴപ്പമില്ല, ഞാൻ ക്ലിയർ ചെയ്യാം. സോറി. ഒന്നും പ്രശ്നമില്ലടാ. അഭിഷേകം ഏൽപ്പിക്കോ? അന്ന് പിടിക്കല്ല. കൈ അടുത്ത് കൊണ്ടുവരണം. തീന്റെ അടുത്ത് അങ്ങനെ പോണ്ട. കേരള ചെയ്യണം. അമ്മയത്തിനായി കഞ്ഞി പോടാ. അടിയിൽ കറക്റ്റ് ഞാൻ കാണിച്ചു തരട്ടാണ്. ഓ അങ്ങനെയാ? ഓക്കെ. പക്ഷെ താഴെ വീഴാൻ പാടില്ല. ഇല്ല, വീഴൂല. എല്ലാവരും ഒന്ന് വരട്ടെ. എല്ലാ പയറിലും ഒരു വേര് വേണമല്ലോ. സെൻറ്ററിൽ മാത്രം ഒന്നും ചെയ്താൽ പറ്റില്ല. ചുറ്റി ചെയ്യും. ഇത് എല്ലാവരും എന്നെ വഴക്ക് പറയാനാണ് നീ പ്ലാൻ എടുക്കാൻ പോകുന്നത്.
ഉപ്പിടാം നമുക്ക്. ഓക്കെ, ഉപ്പിടാമോ? ഉപ്പിടാം. ഞാൻ ഉപ്പെടുത്ത് ഉപ്പെടുക്കും. ഒരു 1/2 സ്പൂൺ എടുക്കും. നോക്കട്ടെ. ഇല്ല, കുറച്ചുകൂടെ ഇടാം. ആ സ്പൂണിൻ്റെ കിട്ടോ? കുറച്ചുകൂടെ ഇടാം. അത്ര മതി കേട്ടോ. ഇളക്കി കൊടുത്തു. ഞാൻ മഞ്ഞപ്പൊടി എടുത്തു തരാം. ഇതെടുത്തോ മഞ്ഞപ്പൊടി? 4 സ്പൂൺ. മതി. അതിട്ടാ. എല്ലായിടത്തും ഇളക്കണുണ്ടമ്മ, പേടിക്കണ്ട. ഹലോ, നമുക്കിപ്പം ഇളക്കിയിരിക്കാം. ഞാൻ ഇന്നു മുതൽ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. എനിക്ക് അതുപോലെ ലീവുള്ള ഡേയ്സിൽ മാത്രമേ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് മീൻസ് ഞാൻ ദോശ എല്ലാം ചൂടും, പക്ഷെ അത് ഇളക്കാൻ മാത്രം കുറച്ച് പാടുണ്ട്. ഞാൻ ഒരു ദോശ ചാനൽ അന്നിട്ടില്ലേ, അതേപോലെ ഇടും ഞാൻ വിചാരിച്ചേണ്ടായിരുന്നു ഇന്ന്. പക്ഷെ പറ്റുന്നില്ല, അതേപോലെ ഒന്നുമില്ല. അരപ്പ് റെഡിയാക്കാം. നല്ല പുക പറഞ്ഞു. ആൾറെഡി അവിടെ മിക്സിയുടെ ജാറിൽ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജീരകമുണ്ട്, ഇട്ടിട്ടുണ്ട്. അരക്കണോ? ഇട്ടോ പച്ചമുളക് ഇട്ടോ. പച്ചമുളകാ ഒരു 3 ഇട്ടോ. മതി. ഈ വെളുത്തുള്ളി, ഇതിന്റെ പേരെന്തെന്ന്? വെളുത്തുള്ളി. അതാണ് വെള്ള കളറായിരിക്കണം, വെളുത്തുള്ളി എന്ന് പറയുന്നത്. എത്ര വേണം? 3 ഇടാല്ലേ? അപ്പൊ ഇതാ അത് വേണ്ട, വേണ്ടല്ലോ. കുറച്ച് എരിവായിരിക്കും. കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ അരക്കാം. ഓക്കെ, എടുത്തോ, ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തോ. ഞാൻ ഇത്ര എടുക്കുള്ളൂ. ഇങ്ങനെയാ മാക്സിമം ഞാൻ ഇപ്പം പറയുന്ന ഡേഞ്ചർ ആയിട്ട് ഇത് 3 വയസ്സിലായിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം അടുക്കളയിൽ മാത്രം അയക്കില്ല. 3 വയസ്സായ കുട്ടികള് അടുപ്പില് എന്നെ പോലെ 8 വയസ്സ് ആകാൻ പോണ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അടുപ്പിൽ ഒന്ന് മദർസിനെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ ഇപ്പം കടുകളെല്ലാം കുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ദൂരം ഓടിപ്പോണം. ഇട്ടിട്ട് അങ്ങ് ഓടണം. ഓടണില്ല, കുറച്ചിങ്ങനെ ഫാസ്റ്റ് ഇങ്ങനെ. എത്ര മൈൽ ദൂരം ഓടണം? ആ ഒരു കണക്കും കൂടെ ഈ പ്ലേസിൽ ഇരുന്നാ മതി, ഈ തറയിൽ അത്ര നിന്നാ മതി. കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ടേ പോവാം. അരക്കണം. അത് ക്ലോസ് ചെയ്യ്. നല്ല മറന്നു പോണു. ഞാൻ ഇപ്പൊ നമുക്ക് മൂടാം. എന്നിട്ട് ഇതില് മിക്സി ജാറിൽ ഇങ്ങനെ സെറ്റ് ആക്കാം. ഓക്കെ, അത്രയും വെക്കണം. ഫസ്റ്റ് വൺ മതി. കാരണം തോരനാണ് ചെയ്യുന്നത്. തോരൻ എന്ത് ചെയ്യണം? കൂടുതൽ അരയ്ക്കാൻ പാടില്ല. തുറന്നു നോക്കാം അല്ലേ? വാ, തുറന്നു നോക്കാം. ശരി, അസൽ മതി. ഒരു കൂടെ അരയ്ക്കണോ? വേണ്ട. ലൈറ്റായിട്ട് ഇളക്കി കൊടുത്തു. അതൊക്കെ കരിഞ്ഞു പോവും. Hi beans, how are you? Did you sleep yesterday? അത് ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ കൂളായിട്ടില്ലായിരിക്കും. അപ്പൊ അതിന് ഉറക്കം തൂങ്ങാൻ പറ്റുമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉള്ളിക്കും. ഞാൻ താഴെ വിടാതെ ഇരുന്നാ നോക്കൂ. ഇപ്പൊ അതിന്റെ സെന്ററിൽ ഒരു സ്പേസ് ഇട്ട് കൊടുക്കും. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നില്ലേ, അതിനിട്ട് കൊടുക്കാം.
ശരി. മതിയാ? ഇത്ര മതിയോ? മതി. അതിനെടുത്തോ. ഇത് എവിടെ കേടല്? അത് വെച്ചു. നീ ഇതാ കയ്യിലിതാ. മിക്സി ജാറിലുള്ളത് എടുക്കും. കൈ കൊണ്ട് എടുക്കുവോ നീ? എടുക്കും. സ്പൂണുണ്ടോ? സ്പൂൺ വെച്ച് ഫുള്ളായിട്ട് എടുക്കാൻ നമുക്ക് പറ്റില്ല. ഇത് വെച്ച് എടുക്കാൻ പറ്റും. അത് വെച്ച് വേണം എടുക്കാം. വെളിയിൽ കളയല്ല, കുറച്ചേ ഉള്ളൂ. ഇത് ചമ്മന്തി ഞാൻ കൈ കൊണ്ട് എടുക്കാം. കൈ കാന്തൻ ചാൻസ് ഉണ്ട്. അറിയാമോ? ആ തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് ആ പയർ കൊണ്ട് മൂടി വെക്കണം. സെന്ററിലല്ല കണ്ണാ, സൈഡിൽ നിന്ന് അങ്ങോട്ട് സെന്ററിലോട്ട് മാറ്റുക. എങ്ങനെ വെക്കും? അതായത് ഇങ്ങനെ കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് പോയി. ആ തേങ്ങയ്ക്ക് ഒരു വേവുണ്ടല്ലോ, ആ വേവ് നല്ല വരണം. നന്നായിട്ട് വേവണം തേങ്ങ. അത് കാരണം നമ്മളിങ്ങനെ സെന്ററിൽ എല്ലാം കൂടെ ഒന്ന് മൗണ്ടൈൻ പോലെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. മൂടി വെക്കാം. സിമ്മിലാണോ വരയ്ക്കുന്നത്? യെസ്, സിമ്മിൽ തന്നെ. ശരി. മൂടാനുള്ള പാത്രം എവിടെ? എടുത്തോ. അവിടെ വെക്കല്ലേ, എനിക്ക് ഒരു പ്ലേറ്റിന്റെ പുറത്ത് വയ്ക്കണം. നന്നായിട്ട് ഇളക്കണം. ഇതല്ലേ കണ്ണ? ഇല്ല, വീഡിയോ എടുക്കണ എടുത്തോണ്ടല്ലേ ഇരിക്കുന്ന ഒരു വീഡിയോ. ഞാൻ ഒരു പാട്ട് പാടട്ടെ? വേണ്ട, ഇപ്പൊ വേണ്ട. നീ ഇതില് എനിക്ക് ശ്രദ്ധ ഉണ്ട്. ഞാൻ ഒരു വേറെ ഒരു പാട്ടാണ്. நீ வந்தானோ ரசங்கோ கூட வரேன் கேள்வில்லாம അല്ലെങ്കിൽ ഇത് വേണ്ട, ഞാൻ ഇന്നൊന്ന് പാടാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 കാരകൾ പൂത്തുവന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലന്നു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊഴിച്ചത് മോമെല്ലാം കള്ളത്തരന്നതിൽ കൊല്ലിതാനായി. കണ്ട നേരം കൊണ്ടതായി, കൊണ്ടരൻ മിന്നലായി. മിന്നൽ വളർ കാലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുവില്ല മറിവിലാണു നീ. മിന്നൽ വളർ കാലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുവില്ല മറിവിലാണു നീ. വെണ്ണില ചന്ദനം തൊട്ട് കൈയിലകൾ മുത്ത്. എന്നുവെച്ചെന്തോരും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല. ഇത് നവട്ര എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് പറയുന്നത്. നവട്ര. സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരും ആ സിനിമ ഇഷ്ടപ്പെട്ട ആൾക്കാരും ഒന്നും കേൾക്കരുത്. പേരെന്തോന്ന്? നവട്ര. നവട്ര അല്ല, നരിവേട്ട. നരിവേട്ടാണ് ഈ സിനിമയുടെ പേര്. എനിക്ക് ഇങ്ങനെ എന്നെ പറയുമ്പോ നവട്ര എന്ന് പറയും. ഇപ്പൊ അമ്മ നരിവേട്ട. നരി മീൻസ് കൊല്ല. കൊല്ല ഇംഗ്ലീഷിൽ എന്ത് പറയും? നരിക്ക് ഒന്ന് ബിയർ. ഇത് കണ്ണാ, ഞാൻ ചുമ്മാണ് പറഞ്ഞ ടൈഗർ. നരി മീൻസ് നരി 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 എന്തൊരു ഫോക്സ്. നരി മീൻസ് ഫോക്സ് ആണ്. നരി വേട്ട, നരി ഫോക്സ്, ഫോക്സ് വേട്ട, ഫോക്സ് വേട്ട. വേട്ട മീൻസ് വിരട്ടുന്നത്. അതാണ് വിരട്ട മീൻസ്. ഞാൻ ആർച്ചറി ഗൈസ്, ഞാൻ മാനിനെ ഇത് ചെയ്യും. കേസാവും. മാനിനെ വേട്ട അത് പിന്നെ കേസാവും. അപ്പൊ കഥയിലെല്ലാം രാജാവ് മാനിനെ അമ്പ് വെച്ച് വെട്ടുന്നതാ. പഴയ കഥയില്. ഓ
അത് പറയൂതേ. ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്, ശകുന്തള എന്ന് പറയുന്ന ഒരു ബുക്ക്. അതിലൊന്ന് എന്തിനും രാജ ഒന്ന് മാനിനെ വെട്ടണു. അത് ഹുസൈൻ. സക്കീർ ഹുസൈനാ? ശകുന്തളയുടെ ബുക്കിൽ ആ രാജാവിന്റെ പേരെന്താ? ഹുസൈൻ. ഞാൻ മറന്നു. ഇത് എന്തിന് ശകുന്തളയെ കല്യാണം കഴിച്ചത് ആരാണ്? രായൻ. അവരാള് തന്നെയാണ്, അതറിയാം. പേരും പറ. പേര് ഞാൻ ബുക്ക് എടുത്തിട്ട് സ്റ്റാർട്ടാവും. ദുഷ്ടൻ. ദുഷ്ടനല്ല, ദുഷ്യരൻ. ദുഷ്യരൻ. ദുഷ്യന്തൻ. ദുഷ്യന്തൻ മഹാരാജാവ്. ദുഷ്യന്തൻ മഹാരാജൻ. പറയാൻ തന്നു. ഞാൻ കിടക്കുമ്പോ പറഞ്ഞു തന്നു. ഉറക്കത്തിലൊക്കെ മറന്നു അല്ലേ? ശരി, അപ്പൊ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയോ ഇല്ലയോ? റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കണ്ടേ? ഉപ്പ് നോക്കണേ. കൈ ഇടുന്നുണ്ടോ അതിന്റെ അകത്ത്? കേടാ. കൈ ഇട്ട് നോക്കണുണ്ടോന്ന്? കൈ ഇട്ട് നോക്കാം. എങ്കിൽ കൈ കൊള്ളും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ കുറച്ചിങ്ങനെ എടുത്തിട്ട് കൊള്ളാമോ നോക്ക്. എനിക്ക് ഉപ്പ്, എരിവ് എല്ലാം ഉണ്ടോ? കുറച്ചേ ഉള്ളൂ. എന്തത് കുറച്ചേ ഉള്ളൂ? കുറച്ച് ഇല്ലാന്നില്ല, കുറച്ച് കൂടും. കൊള്ളാം. എല്ലാം ഉണ്ട്. നീ ഇങ്ങനെ എടുത്താ അറിയില്ല, കുറച്ച് കൂടെ എടുത്ത് നോക്കണം. അപ്പതാ എടുത്തോ. ഉപ്പും ബാലിക്കാത്ത ഊതി തരാ. ശരി ശരി, കൊള്ളാമോ? സൂപ്പർ, ഫെന്റാസ്റ്റിക്, എക്സലന്റ്. ശരി, അപ്പൊ നോക്കൂടെ വൈൻഡപ്പ് ചെയ്യാം. യെസ്. സോ നമ്മളിപ്പം വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് മീൻസ് ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ കേട്ടാൽ മതി. എനിക്ക് എൻ്റെ അമ്മ ചെയ്യുന്ന എല്ലാ കൂട്ടങ്ങളും ഇഷ്ടം, അതേപോലെ ചോറും ഇഷ്ടം, എല്ലാം ഇഷ്ടം. അതേപോലെ എനിക്ക് അമ്മയെ കൂടെ ഇഷ്ടമാണ്. അതേപോലെ ഞാൻ ഇപ്പം ചെയ്തത് കുറച്ച് നീറ്റായി തോന്നുന്നു. കഴിക്കാം. ഒന്ന് കഴിക്കട്ടമ്മ. കൊച്ചു കുട്ടികളെ കൊണ്ട് കിച്ചണിൽ കയറുന്നത് നമ്മുടെ ശ്രദ്ധയിലായിരിക്കണം. പക്ഷെ ഇവക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കുക്കിങ്ങിലാണ്. പഠിത്തത്തിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് കുക്കിങ്ങിലാണ്. എങ്കിലും ഞാൻ അങ്ങനെ എല്ലാത്തിനൊന്നും വിടാറില്ല. ചെറിയ ചെറിയ ജോലികളൊക്കെ അവൾ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്. ഉള്ളി തൊളിക്കൂല മക്കളാ നീ? ഞാൻ ഉള്ളിയെല്ലാം തൊളിക്കും. ശരി, അപ്പൊ വീണ്ടും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫോർ നൗ. അതേപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ കാണും തോന്നുന്നു. കുക്കിംഗ് വീഡിയോസിൽ നാളെ മാത്രമേ കാണുള്ളൂ കുക്കിംഗ് വീഡിയോ. നാളെ സൺഡേ ആണല്ലോ, നമുക്ക് വീഡിയോ എടുക്കാം നാളെ. കുക്കിംഗ് വീഡിയോ ഓഫ് വിഷ്ണു മായ ഈസ് തോരൻ. അപ്പൊ ഞാൻ ശരി, ഓക്കെ, ബൈ, സീ യു. ഇന്ന് ലേറ്റ് ആക്കണ്ട.